നമസ്കാരം. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുമെന്ന ഇസ്രായേൽ ധനമന്ത്രിയുടെ പ്രസ്താവനയെ ശക്തമായി അപലപിച്ചുകൊണ്ട് തന്നെ UAE രംഗത്തെത്തുകയാണ്. പ്രസ്താവന പ്രകോപനപരവും അതുപോലെ തന്നെ അന്താരാഷ്ട്ര പ്രമേയങ്ങളുടെ ലംഘനവുമാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുന്നത്. വെസ്റ്റ് ബാങ്ക് അടുത്ത വർഷം പിടിച്ചടക്കുമെന്ന് US-ൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയത് അതിനുള്ള അവസരമാണ് എന്നുമുള്ള ധനമന്ത്രി ബസലേൽ സ്മോട്രിച്ചിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ UAE രംഗത്തെത്തിയത്. ഫലസ്തീൻ പ്രദേശങ്ങളുടെ സ്വഭാവം മാറ്റിമറിക്കാനുള്ള പ്രകോപനമായ എല്ലാ പ്രസ്താവനയും തങ്ങൾ തള്ളിക്കളയുന്നുവെന്ന് പറയാം. അന്താരാഷ്ട്ര പ്രമേയങ്ങളോടുള്ള വെല്ലുവിളിയാണ് പ്രസ്താവനയിൽ പറയുന്നത്. അതുപോലെ തന്നെ മേഖലയിലെ സംഘർഷം വിപുലപ്പെടുത്താൻ തന്നെ മാത്രമേ അത് സഹായിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. പ്രശ്നപരിഹാരത്തിനുള്ള ഏക മാർഗം ദ്വിരാഷ്ട്ര പദ്ധതിയാണെന്ന് മാത്രമാണെന്ന് പറയുന്നുണ്ട്. സ്വതന്ത്ര ഫലസ്തീൻ രൂപവത്കരിക്കപ്പെടുന്നുണ്ട് എന്നും പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളൊക്കെ തന്നെയും നടക്കുന്നുണ്ടെന്നും അന്താരാഷ്ട്ര പിന്തുണ ആവശ്യമാണെന്നും പറയുന്നു. ദ്വിരാഷ്ട്ര പ്രശ്ന പരിഹാരത്തെ ഇല്ലാതാക്കുന്ന എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിക്കണമെന്നും പ്രസ്താവനയിൽ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിലീജിയസ് സയനിസം പാർട്ടിയുടെ തന്നെ പ്രതിവാര യോഗത്തെ മുൻപോടിയായി തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇസ്രായേൽ മന്ത്രിയുടെ പരാമർശങ്ങൾ നടത്തിയത്. വെസ്റ്റ് ബാങ്കിൽ പരമാ അധികാരം സ്ഥാപിക്കാൻ ഒരു ചുവട് മാത്രം അകലെയാണ് നമ്മളെന്നും ഈ വർഷം നമ്മൾ അത് അധികാരത്തിൽ സ്ഥാപിക്കുമെന്നും പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തന്നെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സെറ്റിൽമെന്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വെസ്റ്റ് ബാങ്ക് 2025-ൽ പിടിച്ചെടുക്കുമെന്ന് ഇസ്രായേൽ ധനമന്ത്രി ബസലേൽ സ്മോട്രിച്ച് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തുന്നത്. ഇത് എത്രമാത്രം സാധ്യമാകും എന്നുള്ള ചോദ്യമാണ് അടുത്തതായി നിൽക്കുന്നത്. US-ൽ തന്നെ ട്രംപ് അധികാരത്തിലെത്തിയത് ഇതിനാണ് എന്നും ഇതിന് സഹായിക്കുമെന്നുള്ള ഉറപ്പും തന്നെയാണ് സ്മോട്രിച്ചിന്റെ വാർത്താ സമ്മേളനത്തിനുള്ള ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് കൂടി പറയുന്നുണ്ട്. നിലവിലെ കുടിയേറ്റ പ്രദേശങ്ങളെല്ലാം ഇതോടെ പൂർണ്ണമായി ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ അധീനതയിലാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഫലസ്തീൻ രാജ്യം രൂപീകരിക്കപ്പെടുന്നത് ഇസ്രായേലിന് ഭീഷണിയാണെന്നുള്ള കാര്യം ഇപ്പോൾ ലോകത്തിനറിയാം. അതിനാൽ തന്നെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്ന കാര്യത്തിൽ തന്നെ ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇത് ഭീഷണിയാണെന്നുള്ള കാര്യം ലോകത്തിനറിയാം. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഞാൻ യുദ്ധ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഈ സ്വപ്നം നടപ്പിലാവില്ല എന്ന് ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് സംഘടനയായി തന്നെ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ദേശീയാവകാശങ്ങൾ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇസ്രായേലി ധനമന്ത്രിയുടെ പ്രസ്താവന എന്നും അവർ കൂട്ടിച്ചേർത്തു. ഭീകരവാദത്തിലും അവകാശ മോഷണത്തിലും ഒക്കെ തന്നെ ഭൂമി പിടിച്ചെടുക്കലിന് മൂന്നിയ നാസി ഭരണകൂടത്തിന് സമീപം മറ്റൊരു രാജ്യമുണ്ടാക്കി ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ മൂഢന്മാരുടെ സ്വർഗത്തിലാണുള്ളത്. ഇസ്രായേൽ അധിനിവേശ സൈന്യത്തിന്റെ പദ്ധതികളെ തകർക്കാൻ ഫലസ്തീൻ ജനതകൾക്ക് തന്നെ ആകുന്നുണ്ട്. ഫലസ്തീൻ ജനതകൾക്ക് സാധിക്കുകയും ചെയ്യും. അൽ ഖുദ്സ് തലസ്ഥാനമായ ഫലസ്തീൻ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായിരിക്കും എന്ന് വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് ഹമാസിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. 2 മാസത്തിന് മുൻപേ തന്നെ അവിടെ വലിയ രീതിയിൽ യുദ്ധം നടന്നിരുന്നു. യുദ്ധത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വെസ്റ്റ് ബാങ്ക് ജോർദാനും ഇടയിലുള്ള അതിർത്തിയിലായിരുന്നു നടന്നതെന്നും വെടിവെപ്പിൽ 3 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടതും വലിയ വാർത്തയായിരുന്നു. ഗാസയിൽ 11 മാസമായി നടക്കുന്ന യുദ്ധത്തിന്റെ തുടർച്ചയാണ് ഇതെന്നും ഇസ്രായേൽ അധികൃതർ അറിയിച്ചു. അലൻബേ പാലത്തിൽ ജോർദാനിയൻ ഭാഗത്തു നിന്ന് വന്ന ഒരു ട്രക്കിലെത്തിയ ഒരാൾ ഇസ്രായേൽ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇയാളെ സൈന്യം പിന്നീട് കൊലപ്പെടുത്തിയിരുന്നു. കൊല്ലപ്പെട്ട 3 പേരും 50 വയസ്സ് വരുന്നവരായിരുന്നു. കൊല്ലപ്പെട്ട നാട്ടുകാരാണെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട ആയുധധാരിയായ ആക്രമി മെഹർ അൽ ജാസിയാണെന്നും ബന്ധുക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ അത്രോദിൽ തന്നെ നിന്നുള്ള ജോർദാനിൽ സൈനികനായിരുന്നു. ഇയാൾ വെസ്റ്റ് ബാങ്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ വെസ്റ്റ് ബാങ്കിലെ ചരക്കുകൾ എത്തിച്ചിരുന്നതായി തന്നെ ജോർദാന്റെ ഔദ്യോഗിക മാധ്യമമായ തന്നെ പെട്രോ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്രമണത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ നിന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയതായിരുന്നു ഈ വന്ന പ്രസ്താവന.